ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്നുള്ള ഏക PhD വിദ്യാർത്ഥിയാണ് വിനോദ്. നിലമ്പൂർ കരളായിലെ മാഞ്ചേരി ഉന്നതിയിലെ താമസക്കാരനായ വിനോദിന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ആദിവാസി മേഖലകളിലേക്ക് വരേണ്ട വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ചിലത് പറയാനുമുണ്ട്. ഏഷ്യയിലെ പ്രാക്തന ഗോത്രവർഗമായ ചോലനായ്ക്കൻ വിഭാഗത്തിലെ വിനോദ് നടന്നു തീർത്ത വഴികൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ്, വിസ്മയിപ്പിക്കുന്നതാണ്. ഇന്ന് കുസാറ്റിലെ ഗവേഷക വിദ്യാർത്ഥി. ചോലനായ്ക്കൻ കാട്ടുനായ്ക്ക വിഭാഗത്തിന്റെ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾ എന്നതാണ് PhD വിഷയം. നിലമ്പൂരിലെ ആദിവാസി നഗറുകളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടങ്ങനെ എത്തുകയാണ്. സ്ഥാനാർത്ഥികളോട് വിനോദ് പറയുന്നു, വിദ്യാഭ്യാസമാണ് പ്രധാനം, ഓരോ ഊരിലും മാതൃകയാക്കാവുന്ന ഒരാൾ ഉണ്ടാകണം. ഒട്ടുമിക്ക സെറ്റിൽമെന്റുകളും പോകുന്ന സമയത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വേണം, അല്ലെങ്കിൽ വികസനം വേണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട് എന്നുള്ളതാണ്. ആയിട്ടും സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ പ്രത്യേകത പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ അവരെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഭാവിയുടെ തലമുറയാണെന്നുള്ള ഒരു രീതിയിൽ തന്നെ അവരെ ബാക്കിയുള്ള ആളുകളെ ടീച്ചേഴ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പോഴാണ് ഈ കുട്ടികൾക്ക് കുറച്ചും കൂടി പഠിക്കണം, അതിൻ്റെ അവകാശമാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് നിലമ്പൂർ മണ്ഡലത്തിൽപ്പെട്ട പുഞ്ചക്കൊല്ലി, അളയ്ക്കൽ, പാട്ടക്കരിമ്പ് തുടങ്ങിയ ഉന്നതികളിലുണ്ട്. ഓരോ ഗോത്രമേഖലയിലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലം ആവശ്യം വളരെ വലുതാണ്. പുഞ്ചക്കൊല്ലി ആണെങ്കിലും മാഞ്ചേരി ആണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കുട്ടികൾ ഒന്നും കൂടി വളരേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ അതിനു വേണ്ടിയ സാഹചര്യങ്ങളും സാമൂഹിക മാനസികമായിട്ടുള്ളൊക്കെ ഒരു സഹായം നമ്മൾ പുറത്തുനിന്ന് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതൊക്കെ തന്നെ ചിട്ടപ്പെടുത്തി നമ്മളൊരു പദ്ധതിയായിട്ട് രൂപീകരിച്ചു കൊണ്ട് നമ്മളെ കുട്ടികളെ വാർത്തെടുക്കണമെന്നുള്ളതാണ്. കാരണം ഓരോ സെറ്റിൽമെൻറ്റിലും ഓരോ മാതൃക വെച്ചെങ്കിലും നമുക്ക് അവരെ കൊടുക്കണം, അത് കണ്ടിട്ട് വേണം അവർ വളരാൻ. അപ്പം അങ്ങനെയുള്ള സാഹചര്യം വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണെന്നുള്ളത്. 7 ഗോത്രങ്ങളിലായി 600-ലേറെ കുടുംബങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ഉന്നതികളുണ്ടെന്ന് തന്നെ പറയാം. സാമ്പത്തിക സഹായത്തിനുപരിയായി സാമൂഹികമായി ഒരുമിച്ചുയർന്നു വരാനുള്ള പദ്ധതികളാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ടീം 24 നിലമ്പൂർ.